കൂന്തൽ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഫില്ലിങ്ങിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഒരു സൈസിലുള്ള കൂന്തൽ ഒരു 7 എണ്ണം ഫില്ല് ചെയ്യാനുള്ള മസാലക്കുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. അതിന് ഒരു വലിയ സവാള പൊടിയായി അരിഞ്ഞത്, ഇഞ്ചി 1/2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി പൊടിയായി അരിഞ്ഞത്, 4 അല്ലി വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞത്, പിന്നെ വേണ്ടത് ക്രഷ്ഡ് മുളകാണ്, അത് 1 ടീസ്പൂൺ, ഹണി 1 ടേബിൾ സ്പൂൺ ഹണി, 3 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത്, പിന്നെ സോയാ സോസ് 1 ടേബിൾ സ്പൂൺ, കാശ്മീരി ചില്ലി 2 ടീസ്പൂൺ, പെപ്പർ പൗഡർ 1/2 ടീസ്പൂൺ, ടൊമാറ്റോ സോസ് 1.5 ടേബിൾ സ്പൂൺ, പിന്നെ കാഷ്യൂനട്ട് അത് ഓപ്ഷണലാണ് കേട്ടോ. കാഷ്യൂനട്ട് അത് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അത് 1 പിടി ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് വയ്ക്കാം. വേണ്ടത് സ്പ്രിംഗ് ഓണിയൻ 1 തണ്ട് പൊടിയായി അരിഞ്ഞത്, ക്യാപ്സിക്കം ഗ്രീൻ ക്യാപ്സിക്കാണ് വേണ്ടത്, അതൊരു ചെറിയ കഷ്ണം പൊടിയായിട്ട് അരിഞ്ഞത്, അത് ഞാൻ യെല്ലോ ഓറഞ്ച് ഉള്ളതുകൊണ്ട് അതും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ്. പാൻ അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. അതിലേക്ക് അരിഞ്ഞു വെച്ച ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ 4 എണ്ണം ഫില്ല് ചെയ്യുന്നത് ഞാനിവിടെ കാണിക്കുന്നുള്ളൂ. ഒരു 7 എണ്ണത്തിനുള്ള ഫില്ലിങ്ങിനുള്ള മസാല ഉള്ള മസാലയാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അത് ചെമ്മീനിന് പകരം നിങ്ങൾക്ക് സ്ക്വിഡ് തന്നെ ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് അതിൻ്റെ തലയും ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് അത് തന്നെ ഫില്ല് ചെയ്യണമെങ്കിൽ ചെമ്മീന് പകരം അത് യൂസ് ചെയ്യാം. ഇതൊന്ന് വഴറ്റാം. ഒന്ന് വഴന്നതിന് ശേഷം അതിലേക്ക് അരിഞ്ഞ് വെച്ച് സവാള പൊടിയെല്ലാം പൊടിയായിട്ട് അരിയണം. സവാള ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. കുറച്ചൊന്ന് ഉപ്പിട്ട് കൊടുക്കുക. മസാല പെട്ടെന്ന് വഴന്ന് കിട്ടുകയും ചെയ്യും. അപ്പോൾ മസാലക്ക് ആവശ്യമുള്ള ഉപ്പ് നമുക്ക് അതിൽ ചേർക്കുക. അതിൽ പച്ചമുളക് ആഡ് ചെയ്തു. ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമുക്ക് ക്രഷ്ഡ് ചില്ലി ഇട്ട് കൊടുക്കുക. അപ്പോൾ പച്ചമുളകും ക്രഷ്ഡ് ചില്ലി, പെപ്പർ, മുളക് പൊടി എല്ലാം കൂടി ഇടുന്നതുകൊണ്ട് നിങ്ങൾ എരിവ് നിങ്ങൾക്ക് എത്ര വേണ്ട വെച്ചാൽ അതിനനുസരിച്ച് ചേർത്താൽ മതി. ഞാൻ 2 ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് ഇട്ടിട്ടുള്ളത്. അതും ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടി കുറയ്ക്കുക ചെയ്യാം കേട്ടോ. ഇത് അത്യാവശ്യം നല്ല എരിവുള്ള ഒരു മസാല ആയിരിക്കും. അതിൻ്റെ റോസ് സ്മെല്ല് പോകുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഈ ചെമ്മീൻ ആഡ് ചെയ്യാം. ചെമ്മീന് ഞാൻ ഇത്തിരി വലിപ്പമുള്ള ചെമ്മീനായതുകൊണ്ട് 1/4 കിലോ ചെമ്മീനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതൊന്ന് പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അത് ചെറിയ ചെമ്മീനാണെങ്കിൽ അത് മതി, അല്ലെങ്കിൽ ഇത്തിരി ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത് നല്ലതാവും, ഫില്ല് ചെയ്യാനുള്ളതല്ലേ. ഈ ചെമ്മീനിൽ വെള്ളം ഒട്ടും ഇല്ലാണ്ട് നമുക്ക് ഈ മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ വെള്ളം പറ്റുന്നതനുസരിച്ച് ചെമ്മീൻ വെന്ത് കിട്ടും. അത്ര വേവല്ലേ ഉള്ളൂ ചെമ്മീൻ. അപ്പോൾ വെള്ളം പറ്റുന്നതനുസരിച്ച് ഇതാ ചെമ്മീനൊക്കെ ഇപ്പോൾ വെന്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പെപ്പർ പൗഡർ ആഡ് ചെയ്യാം. നമ്മൾ എടുത്തു വെച്ച പെപ്പർ പൗഡർ ആഡ് ചെയ്യാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ കാഷ്യൂനട്ട് നട്ട്സും ഓപ്ഷണലാണ് കേട്ടോ. അതിങ്ങനെ ഉള്ളിലിങ്ങനെ നമ്മൾ കഴിക്കുമ്പോൾ അത് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഞാനത് ആഡ് ചെയ്തത്. അത് വേണമെങ്കിൽ ചേർത്താൽ മതി, നിർബന്ധമില്ല. മസാലയ്ക്ക് കുറച്ച് ഉപ്പ് കുറവുള്ളതുകൊണ്ട് അത് കുറച്ച് ഉപ്പ് കൂടി ഞാൻ ഇട്ട് കൊടുത്തു. പിന്നെ സോയാ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ക്യാപ്സിക്കം, ടൊമാറ്റോ സോസ്, ഹണി. അപ്പോൾ നമുക്ക് നല്ലൊരു എരിവും ചെറിയൊരു മധുരവും ഒക്കെ ആയിട്ടുള്ളൊരു സ്പൈസി ഒക്കെ ആയിട്ടുള്ള, പിന്നെ സ്പ്രിംഗ് ഓണിയൻ്റെ തണ്ടും കൂടി ഞാൻ ഇട്ട് കൊടുത്തു. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഈ മസാല. അപ്പോൾ മസാല നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഒരു നല്ല മധുരവും എരിവും ഒക്കെ ആയിട്ട് നല്ലൊരു മസാല റെഡി ആയിട്ടുണ്ട്. ഇത് സ്ക്വിഡ് ഞാൻ ഒരു 4 പീസ് ഫില്ല് ചെയ്യുന്നതാണ്, 4 എണ്ണം ഫില്ല് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അത് അതിൻ്റെ ഉള്ളിലത്തെ അഴുക്ക് കളഞ്ഞു, നല്ല ക്ലീനായി കൈയിട്ട് നല്ല പോലെ വൃത്തിയാക്കി എടുത്തു. കഴുകി വെച്ചിട്ടുണ്ട്. അതിൻ്റെ തലയൊക്കെ മാറ്റിയൊക്കെ വൃത്തിയാക്കിയതാണ്. അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഈ ഫില്ല് ചെയ്ത് കൊടുക്കാം. അത് നിങ്ങൾ ഇതിൻ്റെ തലഭാഗവും പിന്നെ വേറെ സ്ക്വിഡ് വേറെ എടുത്ത് ചെമ്മീന് പകരം യൂസ് ചെയ്യണമെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ. ചെമ്മീന് പകരം അത് തന്നെ ഫില്ല് ചെയ്യണമെങ്കിൽ ഫില്ല് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ചെമ്മീനാണ് ഫില്ല് ചെയ്ത് കാണിക്കുന്നത്. ഇതുപോലെ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. കുറച്ചുള്ളിലേക്കായിട്ടൊന്ന് നിറച്ച് ഫില്ല് ചെയ്യാം.
ഒന്ന് പതുക്കൊന്ന് പ്രസ് ചെയ്ത് ഇങ്ങനെ താഴേക്ക് അടിയിലേക്ക് പോയിട്ടില്ലെങ്കിൽ ഒന്ന് പ്രസ് ചെയ്ത് നിറച്ച് കൊടുക്കാം. അതിന് ശേഷം അതൊന്ന് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ച് നമുക്കൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ടൂത്ത് പിക്ക് വെച്ച് നമുക്ക് ക്ലോസ് ചെയ്യാം. എല്ലാം ഇതുപോലെ നമുക്ക് ക്ലോസ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് സ്ക്വിഡിൻ്റെ മീതെ കുറച്ച് മസാല തേക്കാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, 1 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പിടുക. പിന്നെ വേണ്ടത് ഗരം മസാലപ്പൊടി കുറച്ച്, ഗരം മസാലപ്പൊടി ഒരു നുള്ളു മതിയാവും. അതുപോലെ തന്നെ പെപ്പർ പൗഡറും ഒരു നുള്ളിടുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് വെള്ളം ഒഴിക്കാണ്ടാണ് മിക്സ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ സ്ക്വിഡിൻ്റെ മീതെ കുറച്ച് വെള്ളത്തിൻ്റെ നനവുള്ളത് കൊണ്ട് ഞാൻ അധികം വെള്ളം ഒഴിക്കാണ്ട് ഈ പൊടി മിക്സ് ചെയ്തിട്ട് അതിൻ്റെ മീതെ തേക്കുകയാണ് ചെയ്യുന്നത്. അതല്ല, സ്ക്വിഡ് ഒട്ടും നനവില്ലാണ്ട് ഡ്രൈ ആയിട്ടിരിക്കുകയാണെങ്കിൽ ഈ മസാലയുടെ മീതെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മൾ ഇതിൻ്റെ മീതെ തേച്ച് കൊടുക്കാൻ. അല്ലെങ്കിൽ ഈ എണ്ണയിലിടുമ്പോൾ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോവും, മസാല പെട്ടെന്ന് കരിഞ്ഞു പോവും. പിന്നെ സ്ക്വിഡിന് അധികം വേവില്ലാത്തതുകൊണ്ട് നമുക്കിതൊരു 6 മിനിറ്റോളം വേവിച്ചാൽ മതിയാവും, ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഒരു സൈഡ് ഒരു 3 മിനിറ്റ് വെച്ച് തിരിച്ചിട്ട് ഒരു 3 മിനിറ്റും കൂടി വെച്ച് നമുക്കിത് വേഗം തന്നെ എടുക്കാം. അത് അധികം നേരം ഇരിക്കും തോറും റബ്ബർ പോലെ ആയിപ്പോവും. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എടുക്കാം. അപ്പോൾ മസാലയൊക്കെ നല്ലപോലെ തേച്ച് വെച്ചിട്ടുണ്ട്. അതൊരു 10 മിനിറ്റ് അങ്ങനെ തേച്ച് വയ്ക്കാം. അതിന് ശേഷം പാനിൽ ഓയിലോ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മസാല റെഡിയാക്കുമ്പോൾ നമ്മൾ സൺഫ്ലവർ ഓയിൽ തന്നെ യൂസ് ചെയ്യണം. ഇതിൽ ഓയിലോ വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല. അത് തേച്ചിട്ട് കുറച്ച് ഒഴിച്ചാൽ മതിയാവും, അധികം വേണ്ട. ചെറുതായിട്ടൊന്ന് പാനിൽ തടവിയിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ഈ സ്ക്വിഡ് വെച്ച് ഒരു 3 മിനിറ്റ് ഒരു സൈഡ് വയ്ക്കാം. എന്നിട്ട് തിരിച്ചിട്ടിട്ട് ഒരു 3 മിനിറ്റും കൂടിയും വെച്ച് കൊടുക്കാം. പിന്നെ സൈഡൊക്കെ ഒന്ന് പതുക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒരു റോൾ ചെയ്തെടുത്ത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അത്ര വേവേ ഉള്ളൂ സ്ക്വിഡിന്, അധികമായിട്ട് വേവിച്ച് റബ്ബർ പോലെ ആയി പോവണ്ട. അപ്പം നമ്മുടെ സ്ക്വിഡ് എല്ലാ സൈഡും ഇതുപോലെ മസാലയൊക്കെ ഒന്ന് മൊരിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ അഭിപ്രായങ്ങൾ എന്നോട് കമൻറ്റ് ബോക്സിലിടണം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.